അതിൽ ഞാൻ കയറി നിന്നാൽ ചക്കയ്ക്ക് പകരം കൊമ്പ് മുടിച്ചുകൊണ്ട് ഞാൻ താഴെ എത്തും. ഒടുവിൽ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. ഈ പ്ലാവ് നിൽക്കുന്നത് പറമ്പിൻ്റെ ആ തട്ടിൻ്റെ അരികിലാണ്. 2-3 കാപ്പിച്ചെടികൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാരണം വീട്ടിൽ നിന്ന് നോക്കിയാൽ പ്ലാവിൻ്റെ ചുവടും പരിസരങ്ങളും കാണുകയില്ല. ഞാൻ അതിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ എന്താണെന്ന് പറയാൻ വയ്യാത്ത ഒരു ചെറിയ ഗന്ധം. അതിൽ ചക്കപ്പഴത്തിൻ്റെ മണവും ഉണ്ടോ എന്നൊരു സംശയം. എൻ്റെ തോന്നലായിരിക്കും എന്ന് സമാധാനിച്ച് ഞാൻ പ്ലാവിൽ കയറി. സാഹചര്യം നോക്കിയിട്ട് ഞാൻ താഴെ നിൽക്കുന്ന കലയെ വിളിച്ചു പറഞ്ഞു 2 വലിയ കയറ് കൊണ്ടുവരാൻ. ഒന്ന് ചക്ക കെട്ടിയിറക്കാനും മറ്റൊന്ന് ചെറിയ കൊമ്പ് വലുതുമായി ബന്ധം വെച്ച് ബലപ്പെടുത്താനും. അവൾ കയറെടുക്കാൻ പോയി. പ്ലാനുകളുമായി ഞാൻ പ്ലാവിൻ്റെ മുകളിലിരിക്കുമ്പോൾ കാണാം പടി കയറി അഭി വരുന്നു. കോളേജിൽ നിന്നുള്ള വരവ്. നല്ല പെണ്ണ്. ഞാൻ അവളുടെ വരവ് ആസ്വദിച്ചു. നമ്രമുഖിയായ ഈ നാട്ടുപെണ്ണ് ഒരു ദിവസം എൻ്റെ കൂടെ നടന്നു വരുന്ന ആ കാഴ്ച ഞാനൊന്ന് സങ്കല്പിച്ചു. ഓ പിണ്ണാക്ക്, ഇത് വല്ലതും എനിക്ക് വിധിച്ചിട്ടുണ്ടോ? കാണാം, കൊതിവിടാം. ഒത്താൽ ഈ പഴത്തിൽ ഞാൻ എന്ന ആൺകിളിക്ക് കഴിവുണ്ടിലൊന്ന് കൊത്താം. ഉറച്ച കാലുകളുമായി അവൾ നടക്കുന്നത് കാണാൻ എന്ത് ചന്തം. മരത്തിൻ്റെ ഇലയനക്കാതെ കണ്ണിൻ്റെ ഇമയനക്കാതെ ഞാനത് നോക്കി നിന്നു. അവൾ അകത്തേക്ക് കയറിപ്പോയി. കുറേ കഴിഞ്ഞിട്ടും കലയെ കാണുന്നില്ല. ഇവളെന്താ കയറ് പിരിക്കാൻ പോയോ? ആ വരട്ടെ. ഞാൻ താഴ്ത്തടിയോടടുത്ത് കൊമ്പിലിരുന്ന് പാടത്തേക്കൊന്ന് കണ്ണോടിച്ചു. ഇലകൾ കാരണം മറവുണ്ടെങ്കിലും കുറേയൊക്കെ കാണാം. നല്ല മനോഹരമായ പ്രകൃതി ഭംഗി. ഞാൻ ഓർത്തു, ഈ ഗ്രാമം സുന്ദരമാണ്. ഇടയ്ക്ക് കല കയറ് കൊണ്ടുവന്നു. മുറ്റത്തേക്കിട്ടിട്ട് കിണറ്റുകരയിലേക്ക് പോകുന്നു. കയറെനിക്ക് തരാതെ ഇവൾ എവിടെ പോകുന്നു? എങ്കിൽ ഞാൻ തന്നെ എടുത്തേക്കാം. ഏതായാലും അതെടുക്കാൻ താഴത്തെ ശിഖരം വരെ ഇറങ്ങണം. ഞാൻ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ കണ്ടു അബി അടുക്കളയിൽ നിന്നും ഇറങ്ങി മുറ്റത്തിരുന്ന കലത്തിൽ നിന്നും വെള്ളമെടുത്ത് മുഖം കഴുകുന്നു. പിന്നെ കുനിഞ്ഞു ധാവണിയുടെ അറ്റം കൊണ്ട് മുഖം തുടക്കുന്നു. ചുറ്റും നോക്കുന്നു. ഏതായാലും ഉയരങ്ങളിലിരുന്ന് അവളുടെ ചലനങ്ങൾ കാണുന്നതൊരു രസം തന്നെ. അറിയാതെയുള്ള പഞ്ചാരയടി. ഞാൻ അവിടെ ഇരുന്നു. ഓ, ചക്ക പറിക്കാൻ കൂട്ടുവരുന്നതായിരിക്കും. എങ്കിൽ രസമായിരിക്കും. എൻ്റെ ബുദ്ധിയും കഴിവും അവളൊന്നറിയട്ടെ. അവൾ നേരെ കാപ്പിച്ചെടികളും കടന്ന് പ്ലാവിൻ്റെ ചുവട്ടിലെത്തി. പക്ഷേ മുകളിലേക്ക് എന്നെ നോക്കുന്നേയില്ല. ഞാൻ അനങ്ങാതെ തടിയിൽ കെട്ടിപ്പിടിച്ച് നോക്കിയിരുന്നു. ആ പ്ലാവിൻ്റെ ചുവട്ടിൽ ഏതോ ഒരു മരത്തിൻ്റെ വണ്ണമുള്ള ഒരു വലിയ വേര് പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വേരിൽ കയറി നിന്നിട്ട് അവൾ മുടിയൊന്ന് അഴിച്ചു കെട്ടി. പിന്നെ പാവാട പൊക്കി നേരെ വേരിലേക്കിരുന്നു. അപ്പോൾ അവൾ അടിയിലൊന്നും ഇട്ടിട്ടില്ലേ? എടി എടി, നീയൊരു നാണമില്ലാത്ത പെണ്ണാണല്ലോടി അഭിരാമി. ഒരു നിമിഷം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാവാടക്കുള്ളിൽ നിന്നും മൂത്രം താഴത്തെ പറമ്പിലേക്ക് ചീറ്റാൻ തുടങ്ങി. നല്ല വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ജലധാര പീച്ചാങ്കോയിലിൽ നിന്നെന്ന പോലെ നല്ല ശക്തിയിൽ ചീറ്റുന്നു. അവൾ പതുക്കെ അരക്കെട്ട് കറക്കുന്ന മാതിരി. കാരണം മൂത്രം കരിയിലകളിൽ കറകറ ശബ്ദത്തോടെ പതിക്കുന്നത് ഒരു വട്ടത്തിലായിരുന്നു. അമ്പടി. അപ്പോൾ അവളുടെ ഒരു ബലഹീനതയാണിത്, മൂത്രം ചീരിച്ചു രസിക്കുക. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുസൃതിക്കുട്ടിയുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ മനസ്സിൽ പതിഞ്ഞു പോയ ഒരു കുസൃതി. ചേച്ചി. അവളുടെ തൊട്ടുപുറകിൽ കല. എന്താടി? ഒരു കൂസലുമില്ലാതെ മൂത്രമൊഴിച്ചുകൊണ്ട് തന്നെ അവൾ വിളി കേട്ടു. ഛേ, ഇവിടെ ഇരുന്നാണോ? അപ്പോഴേക്കും മൂത്രധാര നിന്നു കഴിഞ്ഞിരുന്നു. എന്താ കുഴപ്പം? ഇവിടെ ഇരുന്ന മൂത്രം പോകുകയല്ലേ? വേണേൽ നീയും ഒന്ന് മുള്ളി നോക്ക്, അബി നിസാരമായി ചോദിക്കുന്നു. അയ്യോ, ഈ ചേച്ചിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ കിറുക്ക് നിർത്താൻ. ഇതിപ്പം ഈ ചേച്ചിയുടെ നാണം കെട്ടൊരു പണി. അതിനിപ്പം എന്തു പറ്റി? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഉണ്ടേ കണ്ണടച്ചോ. അബി പാവാട കൂട്ടി താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് തൂത്തുകൊണ്ട് ചോദിച്ചു. അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് തന്നെ തൊലി ഉരിയുന്നു. ഞാൻ എന്താ പറയുക? കല അസഹ്യതയോടെ പറഞ്ഞു. നിനക്കിപ്പോൾ എന്താ പറ്റി എത്ര പൊരിയാൻ? എന്നാ നീ അവിടെ ഇരുന്ന് ഉരിഞ്ഞോ? അല്ല, നീ എന്താ ഇപ്പം ഈ കയറുമായിട്ട്? എന്താടി നിന്റെ മനസ്സിൽ? വേണ്ടാന്നേനം വല്ലതുമാണോ? മനസ്സിലല്ല, ദേ മരത്തേലാ, ദേ നോക്ക്. കല മുകളിലേക്ക് നോക്കി. അബി മുഖം മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ഞാൻ മുഖം തിരിച്ച് ചക്കയുടെ നേർക്ക് നോക്കി നിന്നു. എൻ്റെ ഈശ്വരാ! ഒരു ശബ്ദം അബിയുടെ തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്നത് കേട്ടു. ഞാൻ മെല്ലെ താഴോട്ട് നോക്കിയപ്പോൾ അവളെ കണ്ടില്ല. അവൾ ഓടി അടുക്കളയിലേക്ക് കയറുന്നു. ഞാൻ കുറച്ചുകൂടി താഴേക്കിറങ്ങി. കല കയറൊരു കമ്പിൽ ചുറ്റി മുകളിലേക്ക് നീട്ടി. നീ എന്താടി കയർ പിരിച്ചുണ്ടാക്കുമായിരുന്നോ? ഞാൻ ദേഷ്യപ്പെട്ടു. മൂപ്പിക്കാതെ. കയറ് 2 വേണമെന്നല്ലേ പറഞ്ഞത്? ഒന്നേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഞാൻ കിണറ്റുകരയിൽ പോയി തൊട്ടി നയിച്ചെടുക്കുമായിരുന്നു. ഞാനേ മരത്തിൻ്റെ മണ്ടയിലാ, നിനക്കറിയത്തില്ല അതിൻ്റെ സുഖം. സുഖം കിട്ടിയില്ലേ? ചക്കാത്തിൽ അഭിച്ചേച്ച് കവച്ചിരുന്ന് പെടുക്കുന്നത് കണ്ടില്ലേ? അവൾ പറഞ്ഞത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഞാൻ ചക്കയിലേക്ക് തിരിഞ്ഞു. പക്ഷേ മനസ്സിൽ സന്തോഷമായിരുന്നു. അബിയെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ ഒരു തുറുപ്പുചുട്ടി കിട്ടിയിരിക്കുന്നു. സമയം വരുമ്പോൾ ആ ടേപ്പ് സഹിതം അവളെ ഒന്ന് മെരുക്കണം. ചക്കയും ചുമന്നുകൊണ്ട് മുറ്റത്തേക്ക് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്ലാവിൻ്റെ ചക്കയ്ക്ക് നല്ല രുചിയായിരിക്കും അല്ലേ മോളെ? നല്ല ഇനമാ, അതുകൊണ്ടാ ഇത് കാക്കക്കും പറവക്കും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനത്തിൻ്റെ അല്ല മോളെ ഈ രുചി, അതിൽ കിട്ടുന്ന വളത്തിൻ്റെയാ. വളമോ? ഞങ്ങൾ വളമൊന്നും ഇടുന്നില്ല. നീ അറിയുന്നില്ല, നിന്റെ ചേച്ചി എപ്പോഴും വളമിടുന്നുണ്ട്. ഓ, ആ വളം. മനസ്സിലായി. ചേച്ചിയുടെ മൂത്രത്തിന് അത്ര വളമാണെന്ന് എങ്ങനെ മനസ്സിലായി? അത് നിന്റെ ചേച്ചിയെ കണ്ടാൽ അറിഞ്ഞുകൂടെ? നീ പോയി ഒന്ന് നോക്കിക്കേ പാർട്ടി എന്തെടുക്കുവാന്ന്. ഏതായാലും ഈ കയർ തൽക്കാലം മാറ്റിവെച്ചേക്ക്, അവൾ കാണണ്ട. അതെന്നാ കെട്ടിത്തൂങ്ങുമെന്നാണോ? ചിലപ്പം. ആകെ നാണം കെട്ടാ ഓടിപ്പോയിരിക്കുന്നേ. അതൊന്നുമല്ല, മുടിഞ്ഞ് തൊലിക്കട്ടിയാ. തോട്ടിലലക്കാൻ പോകുമ്പം കല്ലിലിരുന്ന് തുറന്നു പിടിച്ച് വെള്ളത്തിൽ പടം വരക്കുന്നത് കക്ഷിക്ക് വലിയ രസമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഇത് നിർത്തണമെന്ന്. അന്നേരം എന്നെ തല്ലാൻ വരും. ഞാൻ ചക്ക അടുക്കള വശത്തെ തിണ്ണയിൽ വെച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് കല ചായ്പിലേക്ക് വന്നു. എൻ്റെ അങ്കിളെ ആകെ പ്രശ്നമാണ്. ചേച്ചി മുറിയിലിരുന്ന് കരയാ. അല്ല, ഇതിത്ര പുതിയ കാര്യമാണോ? പെണ്ണുങ്ങൾ മുള്ളുന്നത് ആണുങ്ങൾ സാധാരണ കാണുന്നതല്ലേ? ചിലപ്പോൾ കണ്ടെന്നിരിക്കും, പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. പറമ്പിലും വെള്ളത്തിലും മൂത്രം കൊണ്ട് പടം വരക്കുമല്ലേ. ഞങ്ങൾ ആണുങ്ങളുടെ നീളക്കോൽ വെച്ച് വരച്ചാലും നിന്റെ ചേച്ചി വരക്കുന്ന അത്രയും വട്ടം വരികയില്ല. അങ്ങനാ കഴിവുള്ള പെണ്ണുങ്ങൾ. അവൾ ചിറകോട്ടി കൊഞ്ഞനം കാണിച്ചു. ശേഷം കെറുവിച്ച് തുള്ളിക്കൊണ്ട് പോയി. ഞാൻ വീടിനകത്തേക്ക് ചെന്നു. അബിയോട് സോറി പറയണോ? എന്തിന്? എൻ്റെ കീഴേ വന്നിരുന്ന് തോന്നിയ ദിവസം കാണിച്ചത് അവളല്ലേ. കുളിമുറിയും എല്ലാ സൗകര്യങ്ങളും വീട്ടിനകത്തുള്ളപ്പോൾ അവൾ എന്തിനീ ആഭാസത്തരത്തിന് പോയി? സോറി പറയണോ അതോ വേണ്ടായോ? വാതിൽക്കൽ ഞാൻ ശങ്കിച്ചു നിന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ കല വീണ്ടും മുന്നിൽ. അല്ല, എങ്ങോട്ടാ? അവൾ ചോദിച്ചു. നിന്റെ ചേച്ചിയോട് ഒരു സോറി പറഞ്ഞാലോ? അങ്ങ് ചെല്ല്. കവിളത്ത് പാള വെച്ച് കെട്ടിക്കോണം. ഏതായാലും അങ്കിളിൻ്റെ ഇവിടത്തെ പൊറുതി കഴിഞ്ഞ മട്ടാ. അതെന്താടി? നാളെ അച്ഛൻ വരുമ്പം ശുപാർശ പറഞ്ഞിട്ട് അങ്കിളിനെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നാ പറഞ്ഞത്. അയ്യോ, ചതിച്ചോ? നിൻ്റെ ഒരു മുടിഞ്ഞ ചക്ക. ഞാൻ എന്നാ പേച്ചു? പോയി കാല് പിടിക്ക്, അല്ലെങ്കിൽ താമസം സ്വാഹ. അവൾ 2 കൈകൊണ്ടും ശൂന്യം എന്നാംഗ്യം കാണിച്ചു. എൻ്റെ കുറ്റമാണോ? നീ പറ. എൻ്റെ കീഴയിലോട്ട് അവളല്ലേ പൊക്കി പിടിച്ചോണ്ട് വന്നത്? ഞാൻ എന്നാ പേച്ചിട്ടാ? എനിക്കറിയത്തില്ല, അവളോട് പോയി ചോദിക്ക്. ഞാനൊന്ന് ആലോചിച്ചു. അബി ഓടിപ്പോയ നില കണ്ടാൽ ഇനി എനിക്ക് ഈ വീട്ടിൽ പൊറുതി ഉണ്ടാവില്ല. അത്രക്ക് നാണം കെട്ടാണ് അവൾ ഓടിയത്. പിന്നെ മറ്റു കുറ്റങ്ങൾ കൂടി തലയിൽ വരുന്നതിന് മുമ്പ് സ്ഥലം വിട്ടേക്കാം. സാധാരണ ഒരു പ്രതിയെ കിട്ടിയാൽ പോലീസുകാർ ആ സ്റ്റേഷനിലെ തെളിയാത്ത കേസെല്ലാം അവൻ്റെ തലയിൽ കെട്ടിവെക്കും. വേണ്ട, പോയേക്കാം. മാനം തന്നെ വലുത്. സ്വന്തം വഷളത്തരം മറക്കാൻ അബി എന്തെങ്കിലും കള്ളത്തരം അച്ഛനോട് പറയാതിരിക്കില്ല. അച്ഛൻ മകളെ അവിശ്വസിക്കുമോ?